ഹായ് ഓൾ, ഇന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യയിലത്തെ ഫേമസ് ആയ നമ്മുടെ ദൈബലയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. അതായത് ദൈവട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തലേദിവസം രാത്രി തന്നെ ഒരു കപ്പ് ഉഴുന്നും അതേപോലെ തന്നെ കുറച്ച് ഈന്തപ്പഴം പുളിയും കൂട്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഉഴുന്നുപരിപ്പും പച്ചമുളകും ഉപ്പും പിന്നെ നുള്ള ജീരകം കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തു ഞാൻ. എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താലും നന്നാവും. പിന്നെ ഇതുപോലെ ഒന്ന് ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞത് പൊങ്ങി കിടക്കണം. പിന്നെ ഇത് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് സ്ലോ ആക്കി വെച്ചിട്ട് വേണം കേട്ടോ അത് മുരിച്ചെടുക്കാനായിട്ട്. നല്ല ഫ്രൈ ആക്കി എടുക്കുക. അപ്പം തന്നെ നമ്മൾ ഇട്ട സൈസിനേക്ക് ഡബിൾ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ചട്നി റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ചട്നി നമുക്ക് എന്തായാലും ചട്നി വേണമല്ലോ. അപ്പോൾ അതിന് മീഠ ചട്നി ആദ്യം ഉണ്ടാക്കാം. നമുക്ക് മീഠ ചട്നിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഈന്തപ്പഴം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അത് തന്നെ കാണിച്ചിട്ടായിരുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ ചാറ്റ് മസാല ഉപ്പും പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതായത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ അര ഗ്ലാസ് ആക്കിയെടുത്ത് വറ്റിച്ചെടുക്കുക. അതായത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഈ റെസിപ്പി നമുക്ക് ഏത് ചാറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ചക്കരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹരി ചട്നിയാണ്. ഹരി ചട്നി മീൻസ് ഗ്രീൻ ചട്നി. അപ്പോൾ ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഒരു പിടി പുതിന, അതേപോലെ തന്നെ മല്ലിയിലയും പിന്നെ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചാറ്റ് മസാലയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ആ വട റെഡിയാക്കി വെച്ചത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് ഇത് ഞാൻ നല്ല നോർമൽ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഉപ്പും കായംപൊടിയും പിന്നെ നമ്മുടെ ചാറ്റ് മസാലയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ആ വട ഇട്ട് കൊടുത്തിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് തൈരാണ്. അതായത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. അതായത് പുളിയില്ലാതെ തൈര് വേണം അത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെച്ച വടയും തൈരിലോട്ട് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മീതെ ആദ്യം നമ്മുടെ തിക്ക ചട്നിയും അതേപോലെ തന്നെ മീഠ ചട്നിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മീതെ കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സേവ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിയോ സബോളയോ ഒക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ ഗാർണിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ സേവിൻ്റെ റെസിപ്പി, അതായത് നമ്മുടെ മിച്ചറിൻ്റെ റെസിപ്പിനെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ എന്നിട്ട് ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തൈര് പുളിയില്ലാത്ത തൈരാവണം കേട്ടോ. പുളി ഉണ്ടായി കഴിഞ്ഞാൽ ടേസ്റ്റ് അങ്ങനെ വരില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.